ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. ഒന്ന്, മുഹമ്മദ് നബിക്ക് ശേഷം സയൻസ് കണ്ടെത്തിയതാകണം. ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, മുഹമ്മദ് നബിയുടെ കാലത്ത് അറബികൾക്ക് അറിയാത്തതാകണം. മതിയോ? പോരാ. മൂന്നാമത്തൊന്നും കൂടി ഉണ്ട്. എന്റെ എതിർ കക്ഷിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകുന്നതാകണം. പരിശോധനക്കും തീരുമാനത്തിനുമായി ഞാൻ സമർപ്പിക്കുന്ന 4 അറിവുകൾ ഉൾക്കൊള്ളുന്ന ഖുർആനിലെ ഒരൊറ്റ ആയത്താണ് എനിക്ക് പറയാനുള്ളത്. ആ ആയത്ത് അദ്ദേഹം പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. أو كظلمات في بحر اللجي يغشاه موج من فوقه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളുണ്ട്. ആ 4 അറിവുകൾ, ഒന്നാമത്തേത്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഒന്നിനു മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഇതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട്. മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. നാലാമത്തെ അറിവ്, ആഴക്കടലിലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല. ഈ 4 ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അറിവ്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഒന്നിനു മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ. This is the Midnight Zone. It's a cold, dark place that we still don't know much about. It's also where huge, freaky sea life starts appearing, like the giant squid. But it's still not even close to the bottom in most places on Earth. The lowest point is a whopping 11,000 metres down. That's about the same depth as stacking 36 Eiffel Towers on top of each other. That place is called Challenger Deep in the Mariana Trench. ظلمات بعضها فوق بعض. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊളിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബാഹ്യസമുദ്രത്തിലെ തിരമാലകളെ കുറിച്ച് അറിയാം. പക്ഷെ ഖുർആൻ പറയുന്നത് ഇവിടെ ആഴക്കടലിൽ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകളെ കുറിച്ചാണ്. അതേക്കുറിച്ച് നമുക്ക് വാൾട്ടർ മങ്ക് എന്ന വളരെ പ്രസിദ്ധനായ ഒരു ഓഷ്യാനോഗ്രാഫറുടെ അദ്ദേഹത്തിന്റെ തന്നെ വർത്തമാനം കേൾക്കാം. We are talking about normal ocean waves at the surface of the ocean, internal waves that essentially take place at boundaries between warmer, lighter water above and colder, heavier water below. ഖുർആനിലെ ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. തിരമാലകളെ കുറിച്ച് നമുക്കറിയാം. ആ തിരമാലകൾ പുറമെയുള്ള തിരമാലകൾ നമ്മൾ അനുഭവിക്കുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടാകണം. തീർച്ചയായും ആ തിരമാലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ പറയുന്നത് തിരമാലകളെ പൊതിയുന്ന വേറെ തിരമാലാണ്. അവിടെ ആഴക്കടലിലെ തിരമാല അതിനെ പൊതിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലോകത്ത് സയൻസ് അറിയാവുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അവർ പുറത്തിറക്കിയ ഇന്റേണൽ വേവ്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സാറ്റലൈറ്റിൽ നിന്നുള്ള വേവ്സിന്റെ ഓഷ്യൻസിന്റെ തെർമൽ ഇമേജ് ആണ്. നിങ്ങൾക്ക് കാണാം തിരമാലകളെ പൊതിയുന്ന തിരമാല എങ്ങനെ എന്ന് വളരെ കൃത്യമായി ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നാലാമത്തെ അറിവ്, ആഴക്കടൽ ഇരുട്ടിൽ സ്വന്തം കൈകളെപ്പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല എന്ന അറിവ്.
അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. ഒന്ന്, ആഴക്കടൽ അന്ധകാരമയമാണെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ്. രണ്ടാമത്തേത്, ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകൾ ഉണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നതിന് തെളിവ്. മൂന്നാമത്തേത്, ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്ക് അറിയുമായിരുന്നു എന്ന തെളിവുണ്ടായാൽ മതി. ഇനി നാലാമത്തേത്, കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ്. ഈ 4 കാര്യങ്ങൾക്ക് തെളിവ് തന്നാൽ മതി.